ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ആണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പ്രൊഡക്ഷൻ കണ്ടു, അതിൻ്റെ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും കണ്ടു. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇനി നമുക്ക് കോസ്റ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ കോസ്റ്റ് എന്നുള്ളതിൻ്റെ മീനിങ് ആണ് ഫസ്റ്റ് നോക്കുന്നത്. കോസ്റ്റ് എക്സ്പ്രസ്സസ് ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് ഈസ് സ്പെൻറ്റ് ഓൺ ദ പ്രൊഡക്ഷൻ ഓഫ് എ ഗുഡ് ഓർ സർവീസ്. കോസ്റ്റിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു കമോഡിറ്റിയുടെ കോസ്റ്റ്, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്രത്തോളം എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ചെയ്തു, അല്ലേ? ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ഗുഡ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ കോസ്റ്റ്. ഓക്കെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് എക്സ്പ്രസ് ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് ഈസ് സ്പെൻറ്റ് ഓൺ ദ പ്രൊഡക്ഷൻ ഓഫ് എ ഗുഡ്. നെക്സ്റ്റ് നമ്മൾ കോസ്റ്റിൻ്റെ ഒരു ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ്. C equal f of O S T P. കോസ്റ്റ് ഫംഗ്ഷൻ C equal f of O S T P. ഓരോന്ന് എന്താ നോക്കാം. കോമ എക്സെട്ര ഇട്ടിട്ടുണ്ട്. C എന്ന് പറഞ്ഞാൽ കോസ്റ്റ്, F എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ, O ലെവൽ ഓഫ് ഔട്ട്പുട്ട്, O ഇസ് എ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, S എന്ന് പറയുന്നത് സൈസ് ഓഫ് പ്ലാന്റ്, പ്ലാന്റിൻ്റെ സൈസാണ്. ദെൻ T ഈക്വൽ ടൈം അണ്ടർ കൺസിഡറേഷൻ, നമുക്ക് ഈ ഒരു പ്രൊഡക്ഷൻ നടക്കാനായിട്ട് ഉള്ള ടൈമാണ്, ടൈം അണ്ടർ കൺസിഡറേഷൻ. P ഈക്വൽ പ്രൈസ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സും കൂടെ ചേരുന്നതാണ് ഇതെല്ലാം. കോസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ലെവൽ ഓഫ് ഔട്ട്പുട്ട്, എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്. എന്താണ് ആ പ്ലാന്റിൻ്റെ സൈസ്, ഒരു സ്മോൾ സൈസ് പ്ലാന്റ് ആണോ, അല്ലെങ്കിൽ മീഡിയം സൈസുള്ള പ്ലാന്റ് ആണോ, ലാർജ് പ്ലാന്റ് ആണോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, കോസ്റ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ ടൈം, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യുന്ന ലേബർ എത്രത്തോളം ഉണ്ട്, ആ ലേബറിന് കൊടുക്കുന്ന വേജ്. അപ്പോൾ ഒരുപാട് ലേബേഴ്സ് ഉണ്ടെങ്കിൽ അതനുസരിച്ചൊരു വേജ് ഉണ്ടാവും, അപ്പോൾ അതനുസരിച്ച് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കോസ്റ്റിലേക്ക് വരികയാണ്. ഏതൊക്കെയാണ് ഷോർട്ട് പീരീഡിൽ വരുന്ന കോസ്റ്റുകൾ? കോസ്റ്റ് മെയിനായിട്ട് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കോസ്റ്റാണ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റിൽ രണ്ട് കോസ്റ്റുകൾ കൂടെ ചേരുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും. അല്ലെങ്കിൽ നമുക്ക് പറയാം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെയും ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെയും സമ്മാണ്, അഡീഷനാണ് ടോട്ടൽ കോസ്റ്റ്. ദെൻ ആവറേജ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റും ഫെമിലിയർ ആയിരിക്കും. ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റിന് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ആവറേജ് കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് ആണ് ആവറേജ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് തന്നെ നമുക്ക് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്നും ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് എന്നും നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. ആവറേജ് കോസ്റ്റ് തന്നെയാണ് ആവറേജ് ടോട്ടൽ കോസ്റ്റ്, രണ്ടും സെയിം ആണ്. അടുത്തത് മാർജിനൽ കോസ്റ്റ്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കോസ്റ്റ് കോൺസെപ്റ്റ്സ് എല്ലാം കണ്ടു. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. ദെൻ ആവറേജ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ആവറേജ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റും ഇതുപോലെ തന്നെ ആവറേജ് ഫിക്സഡ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ്. ദെൻ മാർജിനൽ കോസ്റ്റ്. അപ്പോൾ പല കോസ്റ്റ് കോൺസെപ്റ്റ്സും കണ്ടു. ഇനി അടുത്തതായിട്ട് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്താണെന്ന് നോക്കാം. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. Total fixed cost is the sum of fixed cost which remains same irrespective of the level of output. ഔട്ട്പുട്ടിൻ്റെ ലെവലിനനുസരിച്ച് ചേഞ്ച് ചെയ്യാത്ത കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ്. അതായത് കോസ്റ്റ് റിമെയിൻസ് സെയിം, കോസ്റ്റിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും, ഔട്ട്പുട്ടിൽ എന്ത് ചേഞ്ച് വന്നാലും കോസ്റ്റ് റിമെയിൻസ് സെയിം. ദാറ്റ് ഈസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. This is the expenditure incurred by the firm on the fixed factors of production. For example, the money incurred on land, building, machinery, etc. remains the same whatever is the amount of output. Total fixed cost also called overhead cost. Total fixed cost നമുക്ക് overhead cost എന്നൂടെ പറയാം. Next, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ടേബിളും ഒരു ഗ്രാഫും വെച്ച് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ ടേബിൾ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിട്ട് കാണിക്കണം, അല്ലേ? ഫിക്സഡ് കോസ്റ്റിൽ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. ഔട്ട്പുട്ടിൽ എന്ത് ചേഞ്ച് വന്നാലും, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും കോസ്റ്റ് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഫിക്സഡ് കോസ്റ്റ്.
അപ്പോൾ ഔട്ട്പുട്ട് ലെവൽ 100, 200, 300, 400, 500 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് ലെവൽ കാണിച്ചിരിക്കുന്നു. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ഫിക്സഡ് കോസ്റ്റ് സെയിം തന്നെ 2000 ആണ് എല്ലാ കോളത്തിലും നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിട്ട് കൊടുക്കാം. അപ്പോൾ അത് അനുസരിച്ച് വേണം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മളിവിടെ ഗ്രാഫും വരച്ചു. ഇവിടെ വാല്യൂസ് ന്യൂമറിക്കൽ വാല്യൂ വെച്ചുകൊണ്ട് ഗ്രാഫ് വരയ്ക്കണമെന്നില്ല. ഈ ഒരു ഷേപ്പ് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഔട്ട്പുട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. എക്സ് ആക്സിസിൽ ഔട്ട്പുട്ടാണ്, വൈ ആക്സിസിൽ കോസ്റ്റ് ആണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരിക്കുകയാണ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ, ദാറ്റ് ഈസ് TFC. ഓക്കെ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ കർവിൻ്റെ ഷേപ്പ് കിട്ടിയില്ലേ? ഹൊറിസോണ്ടൽ കർവാണ്. എക്സ് ആക്സിസിന് ഇതാണ് എക്സ് ആക്സിസ്, അതിന് പാരലൽ ആണ്. എക്സ് ആക്സിസിൽ ഔട്ട്പുട്ടാണ് മാർക്ക് ചെയ്യുന്നത്, വൈ ആക്സിസിൽ കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ദ സെയിം. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ദ സെയിം അറ്റ് ഓൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഏത് ലെവൽ ഓഫ് ഔട്ട്പുട്ടിലായാലും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ദ സെയിം. ഇപ്പോൾ ഒരു ടേബിൾ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതും പഠിക്കാം. ഒരു ഗ്രാഫും ഫിക്സഡ് കോസ്റ്റ് വരയ്ക്കാനായിട്ടുള്ള ഗ്രാഫും കൂടെ നോക്കാം. നെക്സ്റ്റ് നമുക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. ടോട്ടൽ വേരിയബിൾ ആ പേരിൽ തന്നെയുണ്ട്, വേരി ചെയ്യുന്ന കോസ്റ്റ് ആണ്. ആർ ദോസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ദാറ്റ് ചേഞ്ച് ഡയറക്ട്ലി വിത്ത് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ചേഞ്ച് ചെയ്യാം. ഔട്ട്പുട്ട് എത്രയാണോ ചേഞ്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് കോസ്റ്റും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് വേരിയബിൾ കോസ്റ്റ്. ദേ റൈസസ് വെൻ ഔട്ട്പുട്ട് ഇൻക്രീസ്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ വേരിയബിൾ കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. ഔട്ട്പുട്ട് ഫോൾ ചെയ്യുമ്പോൾ വേരിയബിൾ കോസ്റ്റും ഫോൾ ചെയ്യും. ഓക്കെ, ഔട്ട്പുട്ട് ഇൻക്രീസിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് റൈസ് ചെയ്യും. ഔട്ട്പുട്ട് ഫോൾ ചെയ്യുമ്പോൾ വേരിയബിൾ കോസ്റ്റും ഫോൾ ചെയ്യും. ഇഫ് ദർ ഈസ് നോ ഔട്ട്പുട്ട് ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വിൽ ബി സീറോ. ഔട്ട്പുട്ട് ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, ഒരു യൂണിറ്റ് പോലും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് സീറോ ആയിരിക്കും. ഓക്കെ, ദർ ഈസ് നോ ഔട്ട്പുട്ട് ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വിൽ ബി സീറോ. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് സീറോ ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ടിനനുസരിച്ച് വേരി ചെയ്യുന്ന കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ്. ഔട്ട്പുട്ട് സീറോ ആണ്, ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കോസ്റ്റും സീറോ ആണ്. ഔട്ട്പുട്ട് പോസിറ്റീവ് ആണ്, പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ദേ ഇൻക്ലൂഡ് എക്സ്പെൻസ് ഓൺ റോ മെറ്റീരിയൽ, പവർ, ടാക്സ്, അഡ്വർടൈസിങ് എക്സെട്ര. അപ്പോൾ മെയിനായിട്ടും റോ മെറ്റീരിയൽ കോസ്റ്റ് ആണ് നമ്മൾ എപ്പോഴും പറയുന്ന വേരിയബിൾ കോസ്റ്റിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്ന കോമൺ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റ്, ടാക്സ്, അഡ്വർടൈസ്മെൻറ്റ് ചാർജസ്, ഇതെല്ലാം ഔട്ട്പുട്ടിനനുസരിച്ച് വേരി ചെയ്യുന്ന കോസ്റ്റാണ്. ഔട്ട്പുട്ട് കൂടുന്തോറും കോസ്റ്റുകളും കൂടും, ടോട്ടൽ വേരിയബിൾ കോസ്റ്റും കൂടും. ഔട്ട്പുട്ട് കുറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് കുറയും. മാർഷൽ ഈ ഒരു വേരിയബിൾ കോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിന് പ്രൈം കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് എന്നുള്ളതിന് പ്രൈം കോസ്റ്റ് എന്നും കൂടെ പറയുന്നുണ്ട്. പ്രൈം കോസ്റ്റ് ഓർ അവോയ്ഡബിൾ കോസ്റ്റ് ഓർത്ത് വയ്ക്കുക. മാർഷൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വേരിയബിൾ കോസ്റ്റിന് പ്രൈം കോസ്റ്റ് എന്നുമുള്ള പേരും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നേരത്തെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ നമ്മൾ കണ്ടു ഓവർഹെഡ് കോസ്റ്റ് എന്ന് കണ്ടു. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇസ് ഓൾസോ കോൾഡ് ഓവർഹെഡ് കോസ്റ്റ് എന്ന് കണ്ടു. ഇവിടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇസ് ഓൾസോ കോൾഡ് പ്രൈം കോസ്റ്റ്. ഓക്കെ, ഇനി ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെ ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ആണ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാണിക്കാനായിട്ട് ആദ്യം നമ്മളൊരു ടേബിൾ ഫോം ചെയ്തു. ടേബിളിൽ ഔട്ട്പുട്ട് ലെവൽ വേണം. നേരത്തെയും ഫിക്സഡ് കോസ്റ്റിൽ ഔട്ട്പുട്ട് ലെവലും ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിരുന്നു എല്ലാത്തിലും. ഇവിടെ ഔട്ട്പുട്ട് ലെവൽ എഴുതി, അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റും കൊടുക്കുക. വേരിയബിൾ കോസ്റ്റ് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യണമല്ലോ. അപ്പോൾ ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റും ഇൻക്രീസ് ചെയ്തു. 0, 50, 90, 120, 150, 190, 270. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. വേരിയബിൾ കോസ്റ്റ് ഔട്ട്പുട്ടിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കാം. പിന്നെ ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റും സീറോ തന്നെ മാർക്ക് ചെയ്യണം. ഓക്കെ, ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് സീറോ കൊടുക്കുക. ദെൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണോ അതനുസരിച്ച് വേരിയബിൾ കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. ഇനി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കർവിൻ്റെ ഒരു ഷേപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാല്യൂസ് വെച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല. എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് മാർക്ക് ചെയ്യുക, വൈ ആക്സിസിൽ കോസ്റ്റ് മാർക്ക് ചെയ്യാം. പിന്നീട് നമ്മൾ ഇതിൻ്റെ ഒരു ഷേപ്പ് നോക്കുക. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നമ്മൾ ആദ്യം സീറോ, ഔട്ട്പുട്ടിൽ സീറോ കോസ്റ്റ് ആണ്. ദെൻ അത് ഇൻക്രീസ് ചെയ്തു, 1 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു, കോസ്റ്റ് 50. സെക്കൻഡ് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തു, 2 ആയി, 90 ആയി കോസ്റ്റ്. അങ്ങനെ അതനുസരിച്ച് നമ്മളിവിടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കർവിൻ്റെ ഈ ഒരു ഷേപ്പിൽ കിട്ടി. ഇനി അടുത്തതായിട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TFC, TVC ആൻഡ് TC. ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്.
In order to determine the total cost of a firm, we aggregate fixed as well as variable cost at different levels of output. അപ്പോൾ അതിന് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഈക്വൽ എഴുതി TFC പ്ലസ് TVC. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ TFC പ്ലസ് TVC. ഇനി അതിൽ നിന്ന് TFCയും TVCയും നമുക്ക് കണ്ടുപിടിക്കാം. TFC ഈക്വൽ TC മൈനസ് TVC. TVC ഈക്വൽ TC മൈനസ് TFC. ഓക്കെ, അപ്പോൾ TC രണ്ടിൻ്റെയും സമ്മാണ്. TFC കണ്ടുപിടിക്കാൻ TC മൈനസ് TVC, TVC കണ്ടുപിടിക്കാൻ TC മൈനസ് TFC. ഓക്കെ, ഇനി അതിൻ്റെ റിലേഷൻഷിപ്പ് നോക്കാം. ഇവിടെ നമുക്ക് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ടോട്ടൽ കോസ്റ്റും കൂടി വരുന്ന ഒരു ടേബിൾ കാണിച്ചിരിക്കുകയാണ്. 0 ലെവൽ ഓഫ് ഔട്ട്പുട്ടിലെ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് എല്ലാത്തിലും സെയിം ആണെന്നറിയാം. എല്ലാം സെയിം ആയിട്ട് എഴുതി, 40 തന്നെ എഴുതി. വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുവാണ്. 0, 20, 30, 32, 34 ചെറിയൊരു സ്ലൈറ്റ് ആയിട്ടുള്ള ഇൻക്രീസ് വേരിയബിൾ കോസ്റ്റിൽ കാണിച്ചു. ദെൻ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും നമ്മൾ ആഡ് ചെയ്തു. ടോട്ടൽ കോസ്റ്റ് എഴുതി. 40 പ്ലസ് 0 40 പ്ലസ് 20 60, 40 പ്ലസ് 30 70, ദെൻ 72, 74, 76, 78, 80, 86. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചു. ദെൻ നമുക്ക് ഈ ഒരു കർവ് കാണിക്കുവാണ്. ടോട്ടൽ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും കൂടെ ഒരുമിച്ച് വരച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇവിടെ ന്യൂമറിക്കൽ എക്സാമ്പിൾ എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ഷേപ്പിൽ നിങ്ങൾ വരച്ചാൽ മതി. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എക്സ് ആക്സിസിൽ ഔട്ട്പുട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി എന്ന് എഴുതുക, അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് എഴുതുക. ദെൻ വൈ ആക്സിസിൽ കോസ്റ്റ് എന്ന് കൊടുക്കുക. ദെൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, നമ്മളിവിടെ ഒരു ഹോറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്ന നേരത്തെ നമ്മൾ കണ്ടു. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഹോറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആണ്, പാരലൽ ടു എക്സ് ആക്സിസ് ആണെന്ന് പറഞ്ഞില്ലേ. പാരലൽ ടു എക്സ് ആക്സിസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഹോറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുക. ഇവിടെ TFC എന്ന് തന്നെ എഴുതാം. ഇവിടെ FC എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് TFC എന്ന് തന്നെ എഴുതാം. ദെൻ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പിന്നെ മാർക്ക് ചെയ്യാം. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നമ്മൾ പറഞ്ഞു 0 ഔട്ട്പുട്ട് ആണെങ്കിൽ, അല്ലേ, 0 ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. 0 ഔട്ട്പുട്ടിൽ വേരിയബിൾ കോസ്റ്റ് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്യണം, അല്ലേ. 0 ഔട്ട്പുട്ടിൽ 0 ആണ് വേരിയബിൾ കോസ്റ്റ്, അതുകൊണ്ട് തന്നെ 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ഷേപ്പിൽ നമ്മൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് മാർക്ക് ചെയ്തു. നമ്മൾ പറയും ഇൻവേർട്ടഡ് എസ് ഷേപ്പ് എന്നാണ് പറയുക. ഇൻവേർട്ടഡ് എസ് ഷേപ്പിൻ്റെ ഒരു ഇൻവേർട്ടഡ് ഷേപ്പ്, എസ് ഷേപ്പ് എങ്ങനെയാണോ അതിൻ്റെ ഒരു ഇൻവേർട്ടഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വരയ്ക്കുക. നമ്മൾ സാധാരണ എസ് ഷേപ്പ് ഇങ്ങനെയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഒരു റിവേഴ്സായിട്ട് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വരയ്ക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നതാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിക്സഡ് കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സെയിം പോയിന്റിൽ നിന്ന് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരയ്ക്കണം. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ഒരിക്കലും എന്തായിട്ട് മാറില്ല. ടോട്ടൽ കോസ്റ്റ് ഒരിക്കലും 0 ആയിരിക്കില്ല. ടോട്ടൽ കോസ്റ്റ് ഒരിക്കലും 0 ആയിരിക്കില്ലല്ലോ. ഓൾറെഡി അവിടെ ഫിക്സഡ് കോസ്റ്റ് പോസിറ്റീവായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫിക്സഡ് കോസ്റ്റിൻ്റെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തന്നെയാണ് ടോട്ടൽ കോസ്റ്റ് വരയ്ക്കുക. അപ്പോൾ ഈ ഒരു ഡയഗ്രാം എല്ലാവർക്കും ക്ലിയർ ആയില്ലേ. എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് മാർക്ക് ചെയ്യുക, വൈ ആക്സിസിൽ കോസ്റ്റ് എന്ന് കൊടുക്കുക. ന്യൂമറിക്കൽ എക്സാമ്പിൾ വെച്ച് ഡയഗ്രാം വരയ്ക്കേണ്ട ആവശ്യമില്ല. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് നിങ്ങൾ ഒരു പോയിന്റ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുക. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് അതിന് TFC എന്ന് മാർക്ക് ചെയ്യുക. ഒറിജിനിൽ നിന്ന് 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ കർവാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഇവിടെ TVC എന്ന് കൊടുക്കുക കേട്ടോ. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇവിടെ VC എന്ന് മാത്രമല്ല കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് TVC എന്ന് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഫിക്സഡ് കോസ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നേ ഏത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, ടോട്ടൽ കോസ്റ്റ്. എന്തുകൊണ്ടാണ് ടോട്ടൽ കോസ്റ്റ് എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, ഒരിക്കലും 0 ആയിട്ട് വരില്ല. ഫിക്സഡ് കോസ്റ്റ് ഓൾറെഡി അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അത് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ ഇതും ടോട്ടൽ കോസ്റ്റും വരയ്ക്കാം. ഓക്കെ, എല്ലാവർക്കും അത്രയും ഭാഗം ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ദെൻ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും എങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ, ഓരോന്നിൻ്റെയും കർവുകൾ എങ്ങനെയാണ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ കർവ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെ കർവ്, ടോട്ടൽ കോസ്റ്റിൻ്റെ കർവ് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.